നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. അതിനായിട്ട് നിങ്ങൾക്കിന്ന് നൽകിയിരിക്കുന്ന 2 ചിത്രങ്ങളെന്ന് പറയുന്നത് 2 വജ്രങ്ങളുടെ ചിത്രങ്ങളാണ്. ഒന്നാമത്തെ വജ്രത്തിൻ്റെ ചിത്രമെന്ന് പറയുന്നത് പച്ച വജ്രവും രണ്ടാമത്തേത് ചുവന്ന വജ്രവുമാകുന്നു. ഈ 2 ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വര വിശ്വാസത്തോടു കൂടി മാത്രം തിരഞ്ഞെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ധാരാളം പ്രയാസങ്ങളും പ്രതിസന്ധികളും ദുഃഖങ്ങളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കാം. എന്നാൽ അതിനെയൊക്കെ മാറ്റിമറിക്കുവാനും ഈശ്വര അനുഗ്രഹത്താൽ സകലവിധ അനുഗ്രഹങ്ങൾ ഉണ്ടാകുവാനും ഒക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ സഹായകരമാകും. നൽകിയിരിക്കുന്നതിൽ നിന്നും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് കരുതുകയാണ്. ഇനി നിങ്ങളുടെ തൊടുകുറി ഫലത്തെക്കുറിച്ചാണ് പറയുന്നത്. ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിച്ച് ഇനി കാണുന്ന തരത്തിലുള്ള ഒരു ജീവിതം സ്വന്തമാക്കുവാനായിട്ട് വളരെയധികം കഷ്ടപ്പെട്ട വ്യക്തികളാണ് നിങ്ങൾ. ഏറ്റവും കൂടുതൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ദൈവീക ശക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഫലപ്രദമാകുവാനായിട്ട് പോകുന്ന സമയമാണ്. വളരെയധികം കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ കഴിഞ്ഞ ജീവിതങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഏറ്റവും യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നടക്കുന്നില്ല എന്നുള്ളതാണ്. എത്രയൊക്കെ വേദനകൾ സഹിച്ചിട്ടും എത്രയൊക്കെ കഷ്ടനഷ്ടങ്ങളൊക്കെ സഹിച്ചിട്ടും ജീവിതത്തിൽ ഒരു അർത്ഥമുണ്ടാകാതെ പോകുന്നു എന്നുള്ളൊരു കാര്യമാണ് എപ്പോഴും നിങ്ങളെ വിഷമത്തിലാക്കുന്നത്. നിങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ നിങ്ങളെ പലതരത്തിലാണ് അപമാനിക്കുന്നത്, പലതരത്തിൽ മാറ്റി നിർത്തുന്നു, പലതരത്തിൽ ധാരാളം കുറ്റപ്പെടുത്തൽ അനുഭവിക്കേണ്ടി വരുന്നു. അങ്ങനെ തുടങ്ങി ജീവിതത്തിൽ അനുഭവിക്കാൻ കഷ്ടതകളില്ല, അത്രത്തോളം പ്രയാസകരമായ ഒരു ജീവിതം നയിക്കേണ്ടി വരുന്ന ഒരവസ്ഥ. എന്നിരുന്നാലും പലപ്പോഴും നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും അതുപോലെ തന്നെ പലതരത്തിലുള്ള ഈശ്വര അനുഗ്രഹത്താലും നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുവാനായിട്ട് പോവുകയാണ്. ധാരാളം കടഭാരമുള്ള വ്യക്തികളാണ്. ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകളൊന്നുമില്ലാതെ വളരെയധികം കഷ്ടങ്ങളും ത്യാഗമനോഭാവങ്ങളും ഒക്കെ സഹിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യക്തികളാണ്. എന്നാൽ ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് ഒന്നാമത്തെ ചിത്രമായ പച്ച നിറത്തിലുള്ള വജ്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരു വൻ രീതിയിലുള്ള അത്ഭുതമാണ്. ജീവിതത്തിൽ നിങ്ങൾ എവിടെയെങ്കിലും തളർന്നു പോയിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, തീർച്ചയായിട്ടും നിങ്ങൾ അവിടെ നിന്ന് മുകളിലേക്ക് കയറി വരുവാനുള്ള ഒരു അവസരം കൂടെയാകുന്നു. പലരും പലപ്പോഴും നിങ്ങളെ അപമാനിച്ചേക്കാം, പലരും പ്രതിസന്ധിയിലാക്കിയേക്കാം, ജീവിതത്തിൽ ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാക്കിയേക്കാം. തളരരുത്. ഇനിയും നിങ്ങളുടെ മാർഗത്തിൽ തന്നെ മുന്നോട്ട് പോവുക. ഇനിയും നിങ്ങളുടെ ജീവിതം തന്നെ ഏറ്റവും മനോഹരമായിട്ട് മുന്നോട്ട് പോകുവാനായിട്ട് ഈശ്വരനോടുകൂടി പ്രാർത്ഥിക്കുക. ഒരുപാട് അനുഗ്രഹങ്ങൾ കടന്നു വരുന്ന ഒരു സമയമാണ് വരുന്ന സമയം. അതുകൊണ്ട് തന്നെ ഈ ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ ജീവിതത്തെ നോക്കുമ്പോൾ ഒരുപാട് കഷ്ടതകളാണ്, ഒരുപാട് പ്രയാസങ്ങളാണ്. അതിനെയൊക്കെ മറികടക്കുവാനും ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹം ഉണ്ടാകുവാനും ഒക്കെ ഈശ്വരൻ നിങ്ങളെ വളരെയധികം സഹായിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികൾക്ക് വരുന്ന 6 മാസത്തിനകം ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകുവാനുള്ള സാധ്യതകൾ ഏറെയാണ്. എവിടെയൊക്കെ നിങ്ങൾ തളർന്നു പോയിട്ടുണ്ടോ അവിടെയൊക്കെ ഒരു ഈശ്വര സഹായം നിങ്ങൾക്ക് ലഭ്യമാകുമെന്നതിന് യാതൊരു സംശയവും വേണ്ട. അതുപോലെ തന്നെയാണ് കടഭാരത്തെക്കുറിച്ച് ആശങ്കപ്പെടുന്നവരാണെങ്കിൽ, വിദ്യാഭ്യാസത്തെക്കുറിച്ച് ആശങ്കപ്പെടുന്നവരാണെങ്കിൽ, മക്കളെക്കുറിച്ച് ഓർത്ത് നിരാശപ്പെടുന്നവരാണെങ്കിൽ, എപ്രകാരമുള്ള വ്യക്തികളാണെങ്കിലും അതിനെല്ലാം ഒരു മാറ്റം സംഭവിക്കുവാനായിട്ട് പോവുകയാണ്. വിശ്വസിക്കുക. വിശ്വാസമാണ് ഏറ്റവും കൂടുതൽ ജീവിത ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനം. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ ഉയർച്ചയുണ്ടാകുമെന്നതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ ഈ ഒന്നാമത്തെ ചിത്രമായ പച്ച നിറത്തിലുള്ള വജ്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം ഉണ്ടാകാൻ പോകുന്നു എന്നത് വലിയൊരു കാര്യമാണ്. ഇനി രണ്ടാമത്തെ ചിത്രം, അതായത് നമുക്കെല്ലാവർക്കും അറിയാം ചുവന്ന നിറത്തിലുള്ള വജ്രം തിരഞ്ഞെടുത്ത വ്യക്തികളെക്കുറിച്ചാണ് പറയുന്നത്.
ഈ വ്യക്തികളുടെ ജീവിതത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത് ഒരുപാട് അനുഗ്രഹങ്ങളാണ്. ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കുറച്ച് കഷ്ടതയാകട്ടെ, പ്രയാസങ്ങളാകട്ടെ, നിങ്ങളുടെ മോശ സമയങ്ങളാകട്ടെ, എല്ലാം തന്നെ മാറി ഒരു അനുഗ്രഹം കടന്നു വരുവാനായിട്ട് പോവുകയാണ്. അതുപോലെ തന്നെ ഉപജീവന മാർഗത്തിലൊക്കെ നിങ്ങൾ അനുഭവിക്കുന്ന കുറച്ച് കഷ്ടതകൾ, ഒരു ഭവനമില്ലാതെ അലയുന്ന കുറച്ച് നിമിഷങ്ങൾ, എത്രയൊക്കെ സമ്പാദിച്ചാലും അത് സ്വരുക്കൂട്ടാൻ കഴിയാതെ വിഷമിക്കുന്ന അവസ്ഥകൾ, അങ്ങനെ തുടങ്ങി നിങ്ങളുടെ പ്രയാസങ്ങൾ ഒത്തിരിയാണ്. ആരോടും വിഷമങ്ങൾ തുറന്നു പറയുവാനായിട്ട് കഴിയുന്നില്ല. എല്ലാവരും നിങ്ങളിലെ നെഗറ്റീവ് മാത്രം എടുക്കുന്ന വ്യക്തികളാണ്. ഒത്തിരി പേർക്ക് നിങ്ങൾ സഹായകരമായി നിന്നിട്ടുണ്ട്, ഒത്തിരി പേർക്ക് അനുഗ്രഹമായി നിന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ പ്രാർത്ഥനയോ നിങ്ങളുടെ അപേക്ഷകളോ അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തെ ഒരു നിമിഷം പോലും നല്ലതാകണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരൊന്നും തന്നെ നിങ്ങളോടൊപ്പമില്ല. ഒരു സന്താന ഭാഗ്യത്തിനായി കൊതിക്കുന്ന ഒട്ടനവധി നിമിഷങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. ജീവിതത്തിൽ ഒരു നല്ല സമയം കടന്നു വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. ഒരുപാട് വേദനിപ്പിച്ചവരുണ്ട്. നിങ്ങളുടെ ജീവിതത്തെ എടുത്ത് നോക്കുകയാണെങ്കിൽ സ്വത്തിനും പണത്തിനും ഒക്കെ വേണ്ടി ഒരുപാട് വേദനകൾ സമ്മാനിച്ച വ്യക്തിത്വങ്ങളാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. എന്നാൽ അവരോടൊന്നും പകയോ ദേഷ്യമോ വിദ്വേഷമോ വൈരാഗ്യമോ ഒന്നും തന്നെ നിങ്ങൾക്കില്ല. എല്ലാവരും നന്നാകണമെന്ന കൂട്ടത്തിൽ അവരും നന്നാകണമെന്ന ചിന്ത മാത്രമേ നിങ്ങളിൽ ഉണ്ടാകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എപ്പോഴും ഈശ്വരാനുഗ്രഹത്താൽ ഒരു അനുഗ്രഹം നിങ്ങളുടെ കൂടെ എന്നും ഉണ്ടാകും. ജീവിതത്തിൽ തളർന്നു പോയി എന്ന് കരുതുമ്പോൾ അല്ലെങ്കിൽ പ്രയാസപ്പെട്ടു എന്ന് കരുതുമ്പോൾ തീർച്ചയായിട്ടും ആ ഈശ്വര ശക്തികളെയോ അല്ലെങ്കിൽ ജീവിതത്തിൽ അനുഗ്രഹം നേടാൻ കഴിയുന്ന നിങ്ങൾ ഏറ്റവും വിശ്വസിക്കുന്ന ആ ഒരു ഈശ്വര മാർഗമോ സ്വീകരിക്കുക. വലിയ അനുഗ്രഹം തന്നെ ഉണ്ടാകും. അതുപോലെ തന്നെ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്ന പല കാര്യങ്ങളും വീണ്ടെടുക്കുവാനായിട്ട് സാധിക്കുക തന്നെ ചെയ്യും. മറ്റൊരു കാര്യം, മക്കളുടെ വിവാഹ ജീവിതത്തെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിക്കുന്ന മാതാപിതാക്കളാണെങ്കിൽ തീർച്ചയായും ഒരു മറുപടി ലഭിക്കുവാനായിട്ട് പോവുകയാണ്. ഒരുപാട് അനുഗ്രഹത്തോടു കൂടി ജീവിക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിയും. ഒത്തിരി പ്രയാസങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനായിട്ട് കഴിയും. ഇനി ഒരു കാരണവശാലും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, ഒരു കാരണവശാലും നിരാശപ്പെടേണ്ടതില്ല. അത്രയധികം അത്ഭുതമാണ് ഈ രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ ജീവിതത്തിൽ സംഭവിക്കുവാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വിശ്വസിക്കുക. ഈശ്വരാനുഗ്രഹത്താൽ സകലവിധ നന്മകളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് തൊഴിൽ മേഖലയിൽ ഒരു വലിയ ഉയർച്ച തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സാധ്യമാകുമെന്നുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ മറ്റാരെക്കാളും ഒരു അനുഗ്രഹം അല്ലെങ്കിൽ ഒരു അത്ഭുതം സാധ്യമാക്കുവാനായിട്ട് ഈശ്വര സഹായത്താൽ നിങ്ങൾക്ക് കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും ഈ 2 ചിത്രങ്ങളും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം ഇതാകുന്നു. ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ഉണ്ടാകട്ടെ, ഒരുപാട് പ്രതീക്ഷകൾ അർപ്പിച്ച് മുന്നോട്ട് പോകേണ്ട സമയമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ തന്നെയാകുന്നു ഈ 2 ചിത്രങ്ങളും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം. ഈശ്വരാനുഗ്രഹത്താൽ സകലവിധ നന്മകളും ഉണ്ടാകട്ടെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു. നന്ദി.